ബി.ജെ.പി നേതാവ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ ഒരു കുറ്റസമ്മതം എന്നല്ല, തെറ്റ് സമ്മതിക്കുന്ന രീതിയിലാണല്ലോ ഇന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞത്. അത് അമേരിക്കയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പറഞ്ഞത് എങ്കിൽ പോലും ഭീകരവാദത്തെ പാലൂട്ടി വളർത്തിയിട്ടുണ്ട് ഞങ്ങൾ എന്നുള്ള കാര്യം പാകിസ്ഥാൻ സമ്മതിക്കുകയാണ്. പക്ഷെ അതേസമയം തന്നെ ഈ സംശയം രാജ്യത്തിനകത്തും അതുപോലെ തന്നെ കേരളത്തിലും ഉയർന്നു വരുന്ന ചില പ്രസ്താവനകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അത് ഭീകരാക്രമണത്തെ മഹത്വവൽക്കരിക്കുന്നു, അതുപോലെ തന്നെ ഇത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉള്ള ഒരു പ്ലോട്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. അത് തികച്ചും രാജ്യവിരുദ്ധമായ കാര്യങ്ങളാണ്. നിങ്ങൾ പരാതി കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് ഇപ്പോൾ കേരളത്തിൽ? വാസ്തവത്തില് നമുക്കെല്ലാവർക്കും അറിയാം, പാകിസ്ഥാന്റെ നാവ് കേരളത്തിൽ പലരിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വസ്തുത. പാകിസ്ഥാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തീവ്രവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ചില പ്രമുഖരായിട്ടുള്ള ആളുകൾ അവരുടെ നാവുകൊണ്ട് പറയുകയാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എം എ ബേബിയുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ആദ്യത്തെ ദിവസത്തെ എം എ ബേബിയുടെ സ്റ്റേറ്റ്മെന്റും പാകിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റും, പാകിസ്ഥാൻ പട്ടാള മേധാവി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അസീം മുനീർ പറഞ്ഞത് 370 എന്നുള്ളത് അവിടെ കൊണ്ടുവന്ന് കാശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടി 370 മാറ്റി കാശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഭാരതം നടത്തുന്നതെങ്കിൽ കാശ്മീർ ഞങ്ങളുടെ സിരകളിൽ ഒഴുകുന്ന രക്തത്തിന് തുല്യമാണ്, കാശ്മീർ ഇല്ലാതെ ഞങ്ങളില്ല. എന്താണ് ആ പട്ടാള മേധാവി പറഞ്ഞത്? അതിൽ നിന്ന് വ്യത്യസ്തമല്ലല്ലോ എം എ ബേബിയുടെ സ്റ്റേറ്റ്മെന്റ്. അതിൽ നിന്നൊരു വ്യത്യസ്തമല്ല. അതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് എം എ ബേബി പറയുമ്പോൾ അത് എം എ ബേബി പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ഈ കേരളത്തിലെ മാധ്യമങ്ങളിൽ, പ്രമുഖ മാധ്യമങ്ങൾ പലരും ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇപ്പൊ വാസ്തവത്തിൽ ഞാൻ ന്യൂസ് 8 അഭിനന്ദിക്കുകയാണ്. കാരണം താങ്കളെ പോലുള്ള ഒരു അവതാരകൻ, മഞ്ജുഷിനെ പോലുള്ള അവതാരകൻ വളരെ ശക്തമായിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് ഈ കാര്യം പ്രതിപാദിക്കുന്നു. കേരളത്തിലെ എത്ര ചാനലുകൾ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്? ആർക്കിത് പറയാൻ കഴിയുന്നുണ്ട്? ഒരു മൗദൂദി ചാനലിൽ ഇരുന്ന് പറയുന്നത് എന്താ? അവിടെ വെടിവെക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആ ഭീകരർക്ക് താടി ഉണ്ടായിരുന്നില്ല, അവര് കെട്ടിയ തലപ്പാവ കാവി നിറവായിരുന്നു. ഇവനെയൊക്കെ ഇവിടുന്ന് അടിച്ചു ഓടിക്കണ്ടേ? വാസ്തവത്തില് ഇവർക്ക് എന്തും ആ ഒരു ചാനലുണ്ട് എന്ന് വെച്ച് ആ ചാനലിലൂടെ ഇങ്ങനെ ഭാരതത്തിന്റെ യശസ്സിനെ, ഭാരതത്തിന്റെ അഖണ്ഡതയെ, ഭാരതത്തിന്റെ ദേശീയതയെ, ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയ ഭീകരരെ സംരക്ഷിക്കുന്ന, വെള്ളപൂശുന്ന തനി രാഷ്ട്രീയ വർഗീയത, ഭീകരവാദം, രാജ്യദ്രോഹം, അതല്ലേ ഇവരൊക്കെ ചെയ്യുന്നത്? വാസ്തവത്തിൽ തോക്കുകൊണ്ടാണ് പാകിസ്ഥാൻ വെടിവെക്കുന്നതെങ്കിൽ നാവുകൊണ്ടാണ് ഈ നാടിനെ ഇല്ലാതാക്കാൻ വെടിവെച്ചുകൊണ്ടിരിക്കുന്ന യുവന്മാര്. അപ്പോ വാസ്തവത്തിൽ ഇതിൽ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ടതാണ്. ഇന്നിപ്പം സംസ്ഥാന ഗവൺമെന്റ് 1-2 ആളുകൾക്കെതിരെ കേസെടുത്തതായിട്ട് ഞാൻ അറിഞ്ഞു. അതുപോലെ ആസാമിലെ MLA പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞു. പല സ്ഥലങ്ങളിലും ഇപ്പം ഒരു ചാനലിൽ നിന്നിട്ട് വേറൊരു ചാനലിനെ പറ്റി പറയുന്നത് ശരിയല്ല. എന്നാലും ഒരു ചാനലിലെ അടുപ്പൂട്ടി ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള ആ ചർച്ചയ്ക്ക് ശേഷം ആ ചർച്ചയിൽ വന്നിട്ടുള്ള കമന്റ്സ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. സഹിക്കാൻ പറ്റില്ല. ഈ ഭീകരരെ താലോലിക്കുന്ന രീതിയിൽ ബീഹാർ ഇലക്ഷന് വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞാലുള്ള സ്ഥിതി എന്താ? ഈ കണക്കിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലെങ്ങാനും ആയിരുന്നു ഇത് വന്നിരുന്നതെങ്കിൽ എന്തായിരിക്കും ഇവർ പറയുന്നുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ വാസ്തവത്തിൽ ഈ കാര്യത്തിൽ റോബർട്ട് വദ്രയുടെ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ VT ബൽറാമിന്റെ സ്റ്റേറ്റ്മെന്റ്, VD സതീശന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം ആദ്യഘട്ടത്തിലെ അവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വളരെ മ്ലേച്ഛവും ജുപ്സാവഹവുമായിരുന്നു. പക്ഷെ പിന്നീട് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി എടുത്ത നിലപാട് ഗവൺമെന്റിന്റെ ഒപ്പം നിൽക്കാൻ, അല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ ഭീകരത, അത് മാത്രമല്ല കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യാം എന്നുള്ള കാര്യം മാത്രമാണ്. സുരക്ഷാ വീഴ്ചയെ കുറിച്ചാണ് കോൺഗ്രസ് അതിന്റെ പാർട്ടിയുടെ ആശങ്ക പറയുന്നത്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഒരു ഓപ്പോസിഷനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ വീഴ്ചയുണ്ടോ, ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അത് ചോദിക്കാൻ അവർ ബാധ്യസ്ഥരാണ്, അവർക്കത് ചോദിക്കണം, അതുണ്ടെങ്കിൽ പരിശോധിക്കണം. പക്ഷേ ഈ ഭീകരർ വന്ന് ആക്രമിച്ചതിന്റെ തൊട്ട് പിന്നിൽ ഇത് ബീഹാർ ഇലക്ഷന് വേണ്ടി പെയിന്റ് അടിച്ചിട്ട് നരേന്ദ്രമോദി ഉണ്ടാക്കിയിട്ട് നരേന്ദ്രമോദി നേരെ അങ്ങ് വിദേശ സന്ദർശനത്തിന് പോയി. നോക്കൂ എത്ര മനോഹരമായിട്ടുള്ള നാടകമാണ് എന്നൊക്കെ പറഞ്ഞ് എത്ര മ്ലേച്ഛമായ ഭാഷയിലാണ് ഈ പാകിസ്ഥാന്റെ മനസ്സും പാകിസ്ഥാന്റെ ചോറും
തിന്ന് അല്ലെങ്കിൽ സൂക്ഷിച്ച് മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്ന ചില അങ്ങേയറ്റത്തെ രാജ്യദ്രോഹികളുടെ വാക്കുകൾ അത് ഒരിക്കലും സഹിക്കാനാവാത്തതാണ്. ഇവരെയൊക്കെ വാസ്തവത്തിൽ നാട് കടത്തണം. പണ്ടൊക്കെ ഈ നാട് ശരി, ഇപ്പോൾ ശ്രീ പി എം